Hi friends, welcome to our channel again. നമ്മൾ ISO 17025 various clauses, clause number 4 മുതൽ 4, 5, 6, 7, 8 എട്ടാമത്തെ 8th clause 8.4 നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഈ എപ്പിസോഡിൽ. 8.4 കൺട്രോൾ ഓഫ് റെക്കോർഡ്സ്. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കൺട്രോൾ ഓഫ് ഡോക്യുമെൻസിനെ കുറിച്ച് പറഞ്ഞു. കൺട്രോൾ ഓഫ് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൺട്രോളിലായിരിക്കണം. അതിൻ്റെ ഒരു യുണീക്ക് നമ്പർ വേണം, അത് എത്ര കോപ്പി ഉണ്ട്, എവറിത്തിങ് ഷുഡ് ബി നോൺ, വെദർ ഇറ്റ് ഈസ് വാട്ട് ഇസ് എ മീഡിയം ഓഫ് ദാറ്റ്, അത് സോഫ്റ്റ് കോപ്പിയാണോ ഹാർഡ് കോപ്പിയാണോ, ഹൂ ഓതറൈസ് ഇറ്റ്, ഹൂ അപ്രൂവ് ഇറ്റ്, ഇതെല്ലാം ഷുഡ് ബി നോൺ. അതാണ് ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്, ഡോക്യുമെൻറ്റ് കൺട്രോൾ. അതുപോലെ തന്നെ റെക്കോർഡുകളും കൺട്രോൾ ചെയ്യണം. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊസീജിയറിൽ 7025 പ്രൊസീജിയറുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ നടപ്പാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്, ആക്ച്വലി ഇത് എവിഡൻസ് ആണ് ഈ റെക്കോർഡുകൾ. അത് നമ്മളൊരു ബോക്സ് ഫയലിൽ എവിടെയും സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ബ്ലാങ്ക് ഫോം എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്യുമെൻ്റ് ആണ്. അത് ഫില്ല് ചെയ്ത് സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡായിട്ട് മാറും. ഇതാണ് ഡോക്യുമെൻറ്റും റെക്കോർഡും തമ്മിലുള്ള വ്യത്യാസം. 8.4.1 The laboratory shall establish and retain legible records to demonstrate fulfillment of the requirements of this document. ഇവിടെ this document എന്ന് പറഞ്ഞാൽ ISO 17025 ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഈ ദിസ് ഡോക്യുമെന്റ് ഇതിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഡോക്യുമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ റെക്കോർഡുകൾ. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ആ റെക്കോർഡ് വേണം. റിവ്യൂ, റിക്വസ്റ്റ്, ടെൻഡേഴ്സ് ആൻഡ് കോൺട്രാക്ട്സ്, എൻഷുറിംഗ് വാലിഡിറ്റി ഓഫ് റിസൾട്ട്സ്, അങ്ങനെ പല കാര്യത്തിലും നമ്മൾ പറഞ്ഞു. അതിൽ റെക്കോർഡുകൾ റീറ്റെയിൻ ചെയ്യണമെന്ന്. ഇപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റിനെ കുറിച്ച്, പെർസണലിനെ കുറിച്ച്, നമ്മുടെ ട്രേസബിലിറ്റിയെ കുറിച്ച്, അൺസർട്ടനിറ്റി കാൽക്കുലേഷൻ, ഇതിൻ്റെ എല്ലാ റെക്കോർഡുകൾ നമ്മൾ റീറ്റെയിൻ ചെയ്യണം, നമ്മൾ സൂക്ഷിക്കണം. The laboratory shall implement the control needed for the identification, storage, protection, backup, archive, retrieval, retention time and disposal of its records. The laboratory shall retain records for a period consistent with its contractual obligations. Access to these records shall be consistent with the confidentiality commitments and record shall be readily available. അപ്പോൾ റെക്കോർഡ് എല്ലാം റീറ്റെയിൻ ചെയ്യണം, അത് ലെജിബിൾ ആയിരിക്കണം, അതിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ പ്രൊട്ടക്ഷൻ, അതിൻ്റെ ബാക്കപ്പ്. ഡിജിറ്റലാണെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന റെക്കോർഡാണെങ്കിൽ ടൈം ടു ടൈം അത് ബാക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ലാപ്ടോപ്പിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെക്കോർഡുകൾ നഷ്ടപ്പെട്ടു പോകും. അത് കസ്റ്റമറുടെ കാര്യങ്ങളായിരിക്കാം, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോപ്പർലി അത് റിട്ടൻഷൻ ചെയ്യണം. പിന്നെ എത്ര കാലം നമ്മൾ സൂക്ഷിക്കും എന്നുള്ളത്, അതിൻ്റെ റിട്ടൻഷൻ ടൈം, പിന്നെ അതിൻ്റെ ഡിസ്പോസൽ, അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ പ്രൊസീജിയറിൽ നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ബെറ്റർ എന്താണ്, കൺട്രോൾ ഓഫ് റെക്കോർഡ്സ് പറഞ്ഞിട്ട് ഒരു QSP ഉണ്ടാക്കുകയാണ്. ആ QSPയിൽ ഈ എത്ര ഫയലുകൾ ഉണ്ടെങ്കിൽ ആ ഫയലിൻ്റെ നമ്പറുകൾ എഴുതാം. ആ നമ്പറിൽ നമുക്ക് അതിൻ്റെ റിട്ടൻഷൻ ടൈമും കൂടി കൊടുക്കാം. 1 വർഷം, 2 വർഷം, 5 വർഷം, എത്ര വർഷം നമ്മളിത് സൂക്ഷിക്കും എന്നുള്ളതും കൂടി അതിൽ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, 8.5 ആക്ഷൻസ് ടു അഡ്രസ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ISO മിക്ക സ്റ്റാൻഡേർഡുകളിലും ഇത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റി. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ദോഷകരമായി സംഭവിക്കാനുള്ള സാധ്യതകളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് എപ്പോഴും നമ്മളത് മാനേജ് ചെയ്യണം. അതിൽ ഐഡൻറ്റിഫൈ ദ റിസ്ക്, റേറ്റ് ദ റിസ്ക് ആൻഡ് ട്രീറ്റ് ദ റിസ്ക് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി, റേറ്റ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ട്രീറ്റ് ദ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ആയാലും റിസ്ക് ആണെങ്കിലും, ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുക, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുക, നമ്മുടെ ബ്രാൻഡ് നെയിം നന്നായിരിക്കുക, നമുക്ക് കൂടുതൽ പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റി, നമ്മുടെ കൂടുതൽ സ്കോപ്പ് നമ്മൾ വൈഡൻ ചെയ്തു, നമ്മുടെ കസ്റ്റമർ കംപ്ലൈൻറ്റ് കുറച്ചു, നമ്മുടെ ഡെലിവറി ടൈം നമ്മൾ കുറച്ചും കൂടി കുറച്ചു, നമ്മുടെ CMC നമ്മൾ ബെറ്റർ ആക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് പർപ്പസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ടാക്കിൾ ചെയ്യണം, അതിനെ ക്യാഷ് ചെയ്യാൻ നോക്കണം പരമാവധി. അതേമാതിരി റിസ്ക് ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ നോക്കണം. റിസ്ക് പല രീതിയിലുണ്ടാകും. നമുക്ക് ദോഷകരമായി സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ഹെൽത്തിൻ്റെ റിസ്ക് ആയിരിക്കാം, നമ്മുടെ റെപ്യൂട്ടേഷൻ കേടുവരുന്ന ടൈപ്പ് റിസ്ക് ആയിരിക്കാം, നമ്മുടെ പ്രോഫിറ്റ് കുറയുന്ന റിസ്ക് ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളത് മാനേജ് ചെയ്തേ തീരുള്ളൂ. The laboratory shall consider the risk and opportunities associated with the laboratory activities in order to, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, give assurance that the management system achieves its intended goals. നമ്മുടെ ഇൻറ്റൻഡഡ് ഗോൾസ്, നമ്മൾ എന്തിനാണ് ഈ ലാബ്, ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഗോൾ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
എൻഹാൻസ് ഓപ്പർച്യൂണിറ്റീസ് ടു അച്ചീവ് ദ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ലബോറട്ടറി. നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെൻറ്റ്, മോർ ട്രെയിനിങ് ടു അവർ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ പല ഒബ്ജക്റ്റീവും നമ്മുടെ ക്വാളിറ്റി ഒബ്ജക്റ്റീവിലൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ബെറ്റർ ആയിട്ട് വരണം. അതൊരു റീസൺ. പിന്നെ പ്രിവെൻറ്റ് ഓർ റെഡ്യൂസ് അൺഡിസൈഡ് ഇമ്പാക്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഫെയിലിയേഴ്സ് ഇൻ ദ ലബോറട്ടറി ആക്ടിവിറ്റീസ്. അതായത് അൺഡിസൈഡ് ഇമ്പാക്റ്റ്, നമുക്ക് വേണ്ടാത്ത ദോഷകരമായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ, അത് റിസ്ക് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അതാണ് റീസൺ. പിന്നെ അച്ചീവ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ, ലാബിൻ്റെ ഡേ ബൈ ഡേ അതിൻ്റെ ഗ്രാഫ് മേലേക്ക് പോകണം. അപ്പോൾ അതെല്ലാം ആവണമെങ്കിൽ നമുക്ക് നമ്മുടെ നേരെയുള്ള റിസ്ക്കും ഓപ്പർച്യൂണിറ്റിയും നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്യണം, അതിനെ അഡ്രസ്സ് ചെയ്യണം. 8.5.2 ദ ലബോറട്ടറി ഷാൾ പ്ലാൻ ആക്ഷൻസ് ടു അഡ്രസ് ദീസ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യണം, നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യണം, നമ്മൾ ഈ റിസ്ക്കും ഓപ്പർച്യൂണിറ്റിയും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം. റിസ്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ എങ്ങനെ അനലൈസ് ചെയ്ത് അതിനെങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കണം. ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ്, ഇപ്പോൾ അടുത്തൊരു വലിയൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി വരികയാണ്, ദാറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി, ഇറ്റ്സ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ അതിനെ റേറ്റ് ചെയ്യണം, എത്ര ഉണ്ട് അവരുടെ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, കാലിബ്രേഷൻ വളരെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ അതിനെ ആക്ഷൻ എടുക്കണം, അവിടെ പോകണം, നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ അവിടെ പോയി അവരെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ബിസിനസ് കിട്ടാൻ നോക്കണം. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ദ ലബോറട്ടറി ഷാൾ പ്ലാൻ ആക്ഷൻസ് ടു അഡ്രസ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഹൗ ടു ഇൻറ്റിഗ്രേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദീസ് ആക്ഷൻസ് ഇൻ ടു ദി മാനേജ്മെൻറ്റ് സിസ്റ്റം, എവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഓഫ് ദീസ് ആക്ഷൻസ്. അങ്ങനെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഹെൽത്ത് റിസ്ക് ഉണ്ട്, ഒരു ഫയർ ആക്സിഡൻറ്റിൻ്റെ റിസ്ക് കിടക്കുകയാണ്, ഒരു കെമിക്കൽ ലാബാണ്, അവിടെ കുറച്ച് ചൂടാക്കുന്നുണ്ട്, ഫർണസൊക്കെ ഉണ്ട്, അതിനടുത്ത് തന്നെ കോട്ടൺ വേസ്റ്റൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ദർ ഇസ് എ റിസ്ക് ഓഫ് ഫയർ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ചെയ്യണം, അപ്പോൾ അതിനെ നമ്മുടെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തേക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതി ചെയ്യണം. അത് അവിടെ വെക്കരുത്, അതിലൊരു വെറുതെ ഡിൻ വെക്കണം, അല്ലെങ്കിൽ വീക്കിലി വൺസ് അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രൊസീജിയർ എഴുതി വെച്ചാൽ മതി. സോ ദാറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് അവർ പ്രൊസീജിയർ, അവർ ക്വാളിറ്റി, അവർ മാനേജ്മെൻറ്റ് സിസ്റ്റം. അങ്ങനെ അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ റിസ്ക്കും ഓപ്പർച്യൂണിറ്റിയും നമ്മൾ എങ്ങനെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. പ്രൊസീജിയർ എഴുതണം, ഗ്ലൗസ് ഇട്ടിട്ട് ആ സാധനം ചെയ്യാൻ പാടും, ഹെൽമെറ്റ് ധരിക്കണം, ഇതൊക്കെ നിങ്ങളുടെ പ്രൊസീജിയർ എഴുതി വയ്ക്കാം. ദാറ്റ് മീൻസ് ദാറ്റ് ബിക്കം ദ പാർട്ട് ഓഫ് യുവർ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ആൻഡ് എവാലുവേറ്റ് ദീസ് ആക്ഷൻസ്, എഫക്റ്റീവ്നെസ് ഓഫ് ദീസ് ആക്ഷൻസ്. അങ്ങനെ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ ടൈം ടു ടൈം അത് എവാലുവേറ്റ് ചെയ്യണം, ഇതുകൊണ്ട് ഗുണമുണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, 8.5.3 actions taken to address risk and opportunity shall be proportional to the potential impact on the validity and laboratory result. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ്, ഇപ്പോൾ നോൺ കൺഫോമിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ ദാറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ. റിസ്ക് ഉണ്ട്, ആ റിസ്ക് അതിനെടുക്കുന്ന ആക്ഷനും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോഴും വീണ് കഴിഞ്ഞാൽ തല പൊട്ടും, അപ്പോൾ അതിൻ്റെ റിസ്ക് ഫാക്ടർ ഇമ്പാക്റ്റ് ഈസ് ഹൈ, ബട്ട് അതിൻ്റെ റിസ്ക് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രൊബാബിലിറ്റി ഇൻറ്റു ഇമ്പാക്റ്റ് ആണ് റിസ്ക് ഫാക്ടർ. പ്രൊബാബിലിറ്റി പക്ഷെ കുറവാണ്, അതുകൊണ്ട് നടന്നു പോകുമ്പോഴും ഹെൽമെറ്റ് ഇടണമെന്നൊന്നും ആരും പറയുന്നില്ല. സോ ദാറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ. ബട്ട് ബൈക്കിൽ പോകുമ്പോൾ ആ ഇമ്പാക്റ്റും കൂടുതലാണ്, പ്രൊബാബിലിറ്റിയും കൂടുതലാണ്, അപ്പോൾ റിസ്ക് ഫാക്ടർ കൂടുതൽ. അതാണ് നമ്മളത് ഇമ്പോസ് ചെയ്യുന്നത്. ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് യു മസ്റ്റ് വെയർ ദ ഹെൽമെറ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ. 8.6 Improvement. The laboratory shall identify and select opportunities for improvement and implement any necessary action. അത് നമ്മൾ ഓപ്പർച്യൂണിറ്റി, നമുക്ക് ഇമ്പ്രൂവ് ആവാനുള്ള എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ലാബിൽ, നമ്മൾ എവിടെയാണ് ലാഗ് ചെയ്യുന്നത്, അവിടെ ഞങ്ങൾ എങ്ങനെ നമ്മുടെ ഡെലിവറി ടൈം, നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ കാലിബ്രേഷൻ ആണെങ്കിൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ എത്ര പെട്ടെന്ന് നമുക്ക് ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റും, എത്ര അക്യുറേറ്റായി ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. സോ ദാറ്റ് നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കൂടും, അതോടുകൂടി നമുക്ക് റവന്യൂ, നമ്മുടെ ഇൻകമും കൂടും. ഓക്കെ, അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ദ ലബോറട്ടറി ഷാൾ സീക്ക് ഫീഡ്ബാക്ക് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫ്രം ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ദ ഫീഡ്ബാക്ക് ഷാൾ ബി അനലൈസ്ഡ് ആൻഡ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ മാനേജ്മെൻറ്റ് സിസ്റ്റം. ലബോറട്ടറി ആക്ടിവിറ്റീസ് ആൻഡ് കസ്റ്റമർ സർവീസ്. നമ്മൾ കാലിബ്രേഷൻ ലാബും ടെസ്റ്റിംഗ് ലാബും കസ്റ്റമർ ഫീഡ്ബാക്ക് എന്തായാലും വാങ്ങിക്കണം. നോട്ട് ഓൺലി കസ്റ്റമർ, നമ്മുടെ പേഴ്സണലിൻ്റെ ഫീഡ്ബാക്കും നമുക്ക് വാങ്ങിക്കാം. നമ്മൾ എന്താണ്
നമ്മുടെ ആക്ടിവിറ്റിയിൽ നമുക്ക് ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ലാഗ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്ത് ആ ഫീഡ്ബാക്കിനെ അനലൈസ് ചെയ്യാം. അപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് ഫോമും കസ്റ്റമർ ഫീഡ്ബാക്ക് അനാലിസിസും ഒരു അക്രഡിറ്റഡ് ലാബ് എന്തായാലും ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ അത് എല്ലാ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. 8.7 കറക്റ്റീവ് ആക്ഷൻസ്. കറക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ കൺഫോമിറ്റി സംഭവിച്ചാൽ അതിനെ കറക്റ്റ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ കറക്ഷൻ എന്നാണ് പറയുന്നത്. അത് ഇനിയും റിപ്പീറ്റ് ആവാതിരിക്കാൻ, ഈ നോൺ കൺഫോമിറ്റി ഇനിയും നമ്മുടെ സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വേറെ ഒരു സിസ്റ്റർ കൺസേണിലോ നമ്മുടെ മറ്റൊരു പ്ലാന്റിലോ മറ്റൊരു ലാബിലോ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വി ഹാവ് ടു ടേക്ക് സം ആക്ഷൻ. ദാറ്റ് ഈസ് ദ കറക്റ്റീവ് ആക്ഷൻ. ചിലപ്പോൾ അതൊരാൾക്ക് ട്രെയിനിങ് കൊടുക്കാനായിരിക്കാം, ഒരു എക്യുപ്മെൻറ്റ് റിപ്പയർ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിരിക്കാം. എന്തായാലും അത് ആ എടുക്കുന്ന ആക്ഷനാണ് കറക്റ്റീവ് ആക്ഷൻ. വെൻ എ നോൺ കൺഫോമിറ്റി ഒക്കേഴ്സ്, the laboratory shall react to the non-conformity and, as applicable, take actions to control and correct it. Address the consequences. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ആക്ഷൻ എടുക്കണം, എന്നിട്ട് നോക്കണം അതുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. Evaluate the need for action to eliminate the causes of the non-conformity in order that it does not recur or occur elsewhere. അതായത് നോൺ കൺഫോമിറ്റി സംഭവിച്ചാൽ അതിനൊരു റൂട്ട് കോസ് അനാലിസിസ് നടത്തണം. എന്നിട്ട് അതിന് കറക്റ്റീവ് ആക്ഷൻ എടുക്കേണ്ട കാര്യം അത് റെക്കറിങ് ചെയ്യുന്ന പിന്നെയും ആവർത്തിക്കുക, അത് പാടില്ല. അതേമാതിരി അത് ഒക്കെയർ ചെയ്യരുത്, എൽസ്വെയറിൽ വേറെ എവിടെയെങ്കിലും അത് ഒക്കെയർ ചെയ്യാൻ സംഭവിക്കരുത്. നമ്മുടെ തന്നെ മറ്റൊരു ടേബിളിലായിരിക്കാം, മറ്റൊരു പ്ലാന്റിലോ മറ്റൊരു ലാബിലോ ആയിരിക്കാം. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനാണ് നമുക്കതിന് റൂട്ട് കോസ് അനാലിസിസ് നടത്തിയിട്ട് കറക്റ്റീവ് ആക്ഷൻ ചെയ്യണം. എവാലുവേറ്റിംഗ് ദ നീഡ് ഫോർ ആക്ഷൻ ടു എലിമിനേറ്റ് ദ കോസസ്. Okay, recur or occur elsewhere by reviewing and analyzing the non-conformity, determining the cause of the non-conformity, determining if similar non-conformities exist or could potentially occur. എന്തിനാണ് അത് റിവ്യൂ ചെയ്യുന്നത്? അത് അനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് ചെയ്യുന്നത് അത് വേറെ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ നോക്കാനും പിന്നെ ഇത് സംഭവിക്കാതിരിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ഇംപ്ലിമെൻറ്റ് എനി ആക്ഷൻ നീഡഡ്. എന്തെങ്കിലും ആക്ഷൻ വേണമെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി. റിവ്യൂ ദി എഫക്റ്റീവ്നെസ് ഓഫ് എനി കറക്റ്റീവ് ആക്ഷൻ ടേക്കൺ. എന്തെങ്കിലും ഒരു കറക്റ്റീവ് ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി എടുത്താൽ മാത്രം പോരാ, അത് റിവ്യൂ ചെയ്യണം. ഈ കറക്റ്റീവ് ആക്ഷൻ കൊണ്ട് ഒരു പക്ഷേ ഈ നോൺ കൺഫോമിറ്റി ഇല്ലാതായിട്ടുണ്ടാവും, പക്ഷേ അതുകൊണ്ട് വേറൊരു സൈഡ് എഫക്റ്റ് വേറെ എവിടെ നോൺ കൺഫോമിറ്റി ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്ഡേറ്റ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഡിറ്റർമൈൻഡ് ഡ്യൂറിങ് പ്ലാനിങ് ഇഫ് നെസസറി. അപ്പോൾ ഡ്യൂറിങ് പ്ലാനിങ് ടൈമിൽ തന്നെ നമ്മൾ നോക്കണം എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ചെയ്യാൻ. ഈ റിസ്ക്കും ഓപ്പർച്യൂണിറ്റിയൊക്കെ എന്തെങ്കിലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും, അത് അപ്ഡേറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുത്ത് പോയാൽ നമുക്ക് അത് സംഭവിക്കാതിരിക്കുള്ളൂ, നോൺ കൺഫോമിറ്റി പിന്നെയും ഉണ്ടാവാതിരിക്കുള്ളൂ. മേക്ക് ചേഞ്ചസ് ടു ദി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇഫ് നെസസറി. ഇപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കാം. കാരണം ഒരു പ്രൊസീജിയർ ആ പ്രൊസീജിയർ പ്രകാരമാണ് അവൻ ചെയ്യുന്നുണ്ടാവുക വർക്ക്. ഒരു ഗ്ലൗസ് ഇട്ടിട്ട് അത് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടാവും പ്രൊസീജിയറിൽ. ദാറ്റ്സ് പാർട്ട് ഓഫ് ദ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇവൻ ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്ലൗസ് ഇടാതെ ചെയ്താലേ അത് അക്യുറേറ്റ് ആയി ചെയ്യാൻ പറ്റുമെങ്കിൽ ഗ്ലൗസ് റിമൂവ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീജിയർ എഴുതണം. പക്ഷെ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തും. കാരണം നോൺ കൺഫോമിറ്റി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ആവർത്തിച്ചുകൊണ്ടിരിക്കരുത്. 8.7.2 corrective action shall be appropriate to the effect of the non-conformity encountered. ഇപ്പോൾ റിസ്കിൻ്റെ ഓപ്പോർച്യൂണിറ്റി പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ, ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. എന്തിനാണോ വേണ്ടത് അത് അതിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റീവ് ആക്ഷനാണ് എടുക്കേണ്ടത്. 8.7.3 the laboratory shall retain records as evidence of. നമ്മൾ റെക്കോർഡ് റീറ്റെയിൻ ചെയ്യണം, അതായത് റെക്കോർഡുകൾ സൂക്ഷിക്കണം. ഒരു നോൺ കൺഫോമിറ്റി സംഭവിച്ചാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് നോൺ കൺഫോമിറ്റി, റൂട്ട് കോസ് അനാലിസിസ്, അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ, ഹൂ ഈസ് റെസ്പോൺസിബിൾ, വാട്ട് ആർ ദി ആക്ഷൻ ടേക്കൺ ആൻഡ് റിവ്യൂവിങ്, അതിൻ്റെ സ്റ്റാറ്റസ് റിവ്യൂ ചെയ്യണം. ഈ റെക്കോർഡുകളെല്ലാം നമ്മൾ സൂക്ഷിക്കണം ഫയലിൽ. ദ നേച്ചർ ഓഫ് ദ നോൺ കൺഫോമിറ്റീസ്, കോസസ് ആൻഡ് എനി സബ്സീക്വൻറ്റ് ആക്ഷൻ ടേക്കൺ, ദ റിസൾട്ട്സ് ഓഫ് എനി കറക്റ്റീവ് ആക്ഷൻ. ഇപ്പോൾ നോൺ കൺഫോമിറ്റിയുടെ എല്ലാ റൂട്ട് കോസ് അനാലിസിസ്, കറക്റ്റീവ് ആക്ഷൻ, അതിൻ്റെ എഴുത്തുകൂട്ടുകൾ എന്തായാലും ദാറ്റ് ഓൾ ഷുഡ് ബി കെപ്റ്റ് ഇൻ ഫയൽ ആൻഡ് റീറ്റെയിൻ റെക്കോർഡ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 8.8 ഇന്റേണൽ ഓഡിറ്റും 8.9 മാനേജ്മെൻറ്റ് റിവ്യൂ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം.
ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ കുറേ ആയി നമ്മുടെ എപ്പിസോഡുകൾ. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൻ്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അത് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു വെരി മച്ച് വാച്ചിങ് അവർ ചാനൽ. Meet you again with 8.8 and 8.9 in next episode. Thank you.